ശോഭനയുടെ ഭാവങ്ങൾ അല്ലെങ്കിൽ മനോവ്യാപാരങ്ങൾ ശോഭനയ്ക്ക് ആവിഷ്കരിക്കാനായിട്ട് ഇഷ്ടമുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? സാധാരണ ലൈഫിൽ ചെയ്യുക നമ്മൾ, ബിക്കോസ് നമ്മൾ സിനിമയിലും വേറൊരാളുടെ മനസ്സിലെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ എക്സ്പ്രഷൻ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാനാണ്. ആൻഡ് ടു ഡൂ ദാറ്റ്, അത് എക്സ്പ്രസ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു സ്കൂള് പണിയെടുത്തു, സോ അത് ഞാനാണ്. അത് അവിടെ ഫീസ് കുറവാണ്, 500 rupees ഉള്ളൂ ഫോർ 1 month in 8-10 classes. അപ്പോൾ ഒരു അത്ഭുതമാണ് എല്ലാവർക്കും. ഇപ്പോൾ നിങ്ങളും അങ്ങനെ എടുക്കോ? പക്ഷേ ബിക്കോസ് എനിക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്കിതിൽ വേണ്ടല്ലോ, എനിക്ക് സിനിമയിൽ ചെയ്യാം. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പ്രഷൻ. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് അതാണ്, അത് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ കലാകാരന്മാരില്ലേ, അവർക്ക് വേണ്ടി ഞാനൊരു സ്കോളർഷിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് പറയണം ഞാൻ. ഫുള്ളി പെയ്ഡ് ഫോർ എന്ന് വെച്ചാൽ ഒരു പൈസ ചിലവാക്കണ്ട, പക്ഷെ ഓൺലി മെറിറ്റ് ബേസ്ഡ്. കേരളത്തിൽ കുറേ ടാലൻ്റ് ഉണ്ട്, ഡാൻസേഴ്സൊക്കെ നല്ല നല്ല ക്വാളിറ്റിയാണ്. സോ ഇവർക്ക് എന്നോട് എഴുതിയ ആൻഡ് ഓഡിഷനൊക്കെ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതിൻ്റെ പേര് JT PAC സ്കോളർഷിപ്പ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയമാണ്, ഒരു അഭിനേത്രി എന്ന് അറിയപ്പെടുന്നതിൽ ഏറെ ഒരു ഡാൻസർ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല ഫോക്കസ്ഡ് ആർട്ടിസ്റ്റ്. എനിക്ക് അത് ഒരു കാലം കഴിഞ്ഞിട്ട് എനിക്ക് ആ ലൈനൊക്കെ പോവും, അഭിനേത്രി, ഡാൻസർ, ടീച്ചർ, അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു കമ്പൈൻഡ് ക്രിയേറ്റീവ് എഫേർട്ട്, ഇത്രയേ ഉള്ളൂ, ഒരു ആർട്ടിസ്റ്റ്. ഈ ഡാൻസർ എന്നുള്ള നിലയിൽ ചില പുതുമകളൊക്കെ ശോഭന കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു വിനായക സ്തുതി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ പാശ്ചാത്യ താളമേളങ്ങൾ തന്നെ ഉപയോഗിച്ചു എന്നൊക്കെ വരാം. പക്ഷെ അതൊരു അറിയപ്പെടുന്ന ദേശീയ അവാർഡൊക്കെ കിട്ടിയ ഒരു നടി ആയതുകൊണ്ടാണോ ജനം അംഗീകരിക്കുന്നത്? ജനം അങ്ങനെ അംഗീകരിക്കില്ല. ഞാൻ പറയട്ടെ, ഒന്ന് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കാണും. എക്സാമ്പിൾ, ഒരു നടി എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വരും പ്രോഗ്രാമിന്, 2 പ്രാവശ്യം വരും, 25 പ്രാവശ്യം വരില്ല, 25 വർഷം വരില്ല. സോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയം ഓഡിയൻസിന് ഒരു നല്ല രസ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക്. സോ അത് ശാസ്ത്രീയ നൃത്തത്തിലും ചെയ്യാൻ പറ്റും. കുറച്ച് ഫ്യൂഷനായിട്ട് ചെയ്താൽ കുറച്ചും കൂടി ആൾക്കാർ നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം. ഇത് നമ്മൾക്ക് ജോലിയില്ലാതല്ലല്ലോ ഈ ഫ്യൂഷൻ ചെയ്യണത്, നമ്മൾ അതിനും ഒരു എയിം ഉണ്ട്, ഒരു ഗോളുണ്ട്. ഇത് കുറച്ചും കൂടി സാധാരണ ആൾക്കാർക്ക് ഇത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഇത്. പിന്നെ ഞാൻ മായാറാവൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഡയറക്ഷനൊക്കെ ചെയ്തു. സോ അത് ഭയങ്കര ഒരു ന്യൂസിലൊക്കെ ഭയങ്കര റിവ്യൂസ് ഒക്കെ നന്നായിട്ട് കിട്ടി. അത് പിന്നെ ശാസ്ത്രീയമൊന്നുമല്ല. ഈ മനോധർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേറെ ചില വിമർശനങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ ശുദ്ധകലയിൽ നിന്ന് അകന്നു പോയി എന്ന്? അതിനെ കാര്യമാക്കുന്നില്ല. ഇല്ല, ബിക്കോസ് നമ്മൾ ഈ തുടങ്ങുമ്പോൾ ഈ ഫ്യൂഷൻ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ്. നമ്മളെല്ലാം നന്നായിട്ട് ഈ സാധകമായി റൂട്ടായി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ അതൊരു കലയുടെ ഒരു എൻഡാണ്. ശോഭന ഇപ്പോൾ ഏത് കാര്യത്തിലാണ് ശോഭനയെ തന്നെ പരീക്ഷിക്കുന്നത്? എൻ്റെ ബിൽഡിംഗ് കെട്ടണത്, പണിയെടുക്കണം. ഞാൻ തന്നെ അവിടെ ഇരുന്ന് മേസൻസിൻ്റെ കൂടെ ഒക്കെ ദിവസവും എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ. സോ ഡാൻസിലും അഭിനയത്തിലും ഒന്നുമല്ല, ഇറ്റ്സ് ഈസി. ദൈവം അനുഗ്രഹത്തിൽ ഇറ്റ്സ് ഓക്കെ. അല്ല, അങ്ങനെ ഇതിനൊക്കെ ഈ നോർമൽ ലൈഫ് ആക്ടിവിറ്റിയാണ് എനിക്ക് എപ്പോഴും ചാലഞ്ച്. ഇപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒരു താല്പര്യമുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയത്തിലോ? എന്നെ ചോദിച്ചിരുന്നു ഈ ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്യാൻ. ഞാൻ പറയൂല പാർട്ടിയുടെ പേര്, പക്ഷെ ഞാൻ അത് തെറ്റല്ല എന്ന് വിചാരിക്കണോ? ബിക്കോസ് അവരുടെ ആഗ്രഹം കൊണ്ട് അവർ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ചോദിക്കോ. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് സീ മൈ സെൽഫ് അങ്ങനെ ആഗ്രഹമില്ല. അല്ല, നല്ല സാഹിത്യകാരന്മാർക്ക് അല്ലെങ്കിൽ നല്ല കലാകാരന്മാർക്ക് എന്തുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരത്തിൽ നിന്നുകൂടാ? ഇപ്പോൾ ശശി തരൂർ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഇല്ല. എനിക്കെന്താ ഉള്ള എക്സ്പീരിയൻസ്? പോളിറ്റിക്സിൽ എനിക്ക് എന്താ ഉള്ള എക്സ്പീരിയൻസ്? അല്ല, തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അവർക്ക് സിനിമയിലുള്ള ആളുകൾ ഒരുപാട് പേര് രാഷ്ട്രീയത്തിൽ വരുന്നില്ലേ? എൻ്റെ അനുഭവം എല്ലാം സബ്ജക്റ്റ് പഠിക്കണം, അതില്ലാതെ ഞാനൊന്നും ചെയ്യൂല. എൻ്റെ നേച്ചർ അങ്ങനെയാണ്. രാഷ്ട്രീയമൊക്കെ ചിലപ്പോൾ പോവാം, പക്ഷെ ഐ ഹാവ് ടു എല്ലാം പഠിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഫ്രം A to Z അറിഞ്ഞിട്ട് ദെൻ ഐ വിൽ ഗോ.
ചുമ്മാ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പോയി നമ്മൾ അവിടെ ഒരു പ്രസംഗം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മലയാള സിനിമയിൽ പലതും സംഭവിക്കുന്നുണ്ട്. ശോഭന വളരെ കാലം സജീവ പങ്കുവഹിച്ചിരുന്ന ഒരു സിനിമാ രംഗമാണ് ഈ കേരളത്തിലേത്. ഇപ്പോഴവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ശ്രദ്ധ ശോഭനയ്ക്കുണ്ടോ? എനിക്ക് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ്സ്. അപ്പോൾ അവരെന്നെ SMS ചെയ്യും, ചേച്ചി ഞങ്ങൾ ഈ സിനിമ ചെയ്തു, അങ്ങനെ സിനിമ ചെയ്തു, ഇങ്ങനെ ഈ പടം നന്നായിട്ട് ഓടുന്നുണ്ട്. എടുക്കുന്ന സിനിമകളിൽ 10% പോലും വിജയിക്കുന്നില്ല എന്നതും പല സിനിമകളുടെയും ബജറ്റ് മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയാത്തതാണെന്നും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. അതൊന്നും അറിഞ്ഞുകൂടെ എനിക്ക്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ നമ്മുടെ റിസഷൻ അല്ലേ, ഗ്ലോബൽ റിസഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല നല്ല ചെറിയ ചെറിയ സിനിമകൾ ഉണ്ടാക്കണം. ഇത് ലോജിക്കലായിട്ട് പറയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മലയാള സിനിമയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ ശോഭനയുടെ മനസ്സിലുണ്ടോ? എനിക്കൊരു പ്ലാൻ, പക്ഷെ എപ്പോഴും അത് പ്ലാനാണ്. എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഇതിനെപ്പറ്റി ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതൊരു ഫേസസ് ആണ്, ഒരു ഫാഷൻ. ഒരു 1 month 2 months ഞാനിങ്ങനെ ഇരിക്കും, പ്രാന്ത് പിടിച്ച് ഒരു സിനിമ ചെയ്യണം, എഴുതും, പിന്നെ ഞാനൊരു സിനിമ അഭിനയിക്കും, പിന്നെ ആ ഡയറക്ടറിൻ്റെ കഷ്ടപ്പാടൊക്കെ നോക്കിയിട്ട് അത് വിട്ടുകളയും. അതിൻ്റെ ഒരു ധാരണ. പക്ഷെ രേവതി വളരെ അടുത്ത സുഹൃത്താണല്ലോ. രേവതി ഒരു സിനിമ സംവിധാനം ചെയ്തു. എന്തുകൊണ്ടാണ് ശോഭനയ്ക്ക് അത് കഴിയാത്തത്? ഞാൻ പറഞ്ഞില്ലേ, കഴിയാത്തതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ കഷ്ടം നോക്കിയിട്ട് പറയാം, അയ്യോ ഇത് നമുക്ക് വേണ്ടാന്ന്. ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഇത്രമാത്രം വർക്ക് ചെയ്യേണ്ടി വരും, പിന്നെ കോർഡിനേഷൻ വേണം. നമ്മൾ മാത്രമല്ലല്ലോ, ഒരു 300 ആൾക്കാർ ചേർന്ന് പോകണ്ടേ. സോ അത് നല്ല പ്രൊഡക്ഷൻ ടീം വേണം. പ്രൊഡക്ഷൻ ടീമാണ് മെയിൻ. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ടെൻഷൻ എല്ലാം. പിന്നെ എനിക്ക് എപ്പോഴും 24 hours ബിസിയാണ്. സോ എനിക്ക് ആരും ഒന്നും വിടുന്നില്ല എൻ്റെ ഈ സിനിമ കോൺസെപ്റ്റ് നോക്കാൻ. അതിന് കുറച്ചെങ്കിലും സമയം കൊടുക്കണ്ടേ, ഞാൻ ഇരിക്കണ്ടേ അതിന്. അത് നടക്കുന്നില്ല. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫാമിലി നിങ്ങളുടെ ഉദ്ദേശത്തിൽ എന്താ? നിങ്ങളുടെ വൈഫും പിള്ളേരില്ല? അതെ, അതേപോലെ എനിക്കും എൻ്റെ വൈഫും പിള്ളേരും.